ധന്യമീ ജീവിതം പതിവായിട്ട് കേൾക്കുന്നു. സുഹൃത്തുക്കളോട് എന്നല്ല ഞാൻ പറഞ്ഞത്, എന്റെ ബന്ധുക്കളോട് ഞാൻ നന്ദി പറയുന്നു. അവര് വിളിക്കാറുണ്ട്, പലരും വീട്ടിൽ വന്ന് കാണാറുണ്ട്. ഞാൻ ഒരു തിരക്കുമില്ലാതെ ഇവിടെ മാങ്കാവിലിരിക്കുന്ന ആളാണ്. പലരും പറയുന്നത് കേൾക്കാറുമുണ്ട്. പറയുന്നത് മണ്ടത്തരമാണ് എന്ന് എനിക്ക് തോന്നിയാലും കഥയെഴുത്തുകാരൻ മണ്ടത്തരം പറയുന്നു. വിഡ്ഢിത്തം ഇതിന്റെ ഒരു ഭാഗമല്ലേ? ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ കഥയാണെന്ന്. ഈശ്വരനെ കുറിച്ച് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നവരുണ്ട്. അത് ശീലമാക്കിയെടുത്താൽ തന്നെയായിരിക്കും ചിന്ത. ഒരു കാര്യം നാം ശീലിച്ചെടുത്താൽ എന്ത് സംഭവിക്കും? മനസ്സതായിട്ട് മാറും. ഇഷ്ടദേവതയുടെ മന്ത്രം മാത്രം ചൊല്ലിയാലോ? നാം ഉപാസിക്കുന്ന മൂർത്തിയുടെ മന്ത്രമല്ലാതെ വേറെ ഒന്നുമില്ല. ബാക്കി വർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാറ്റി അപ്പൊ തുടങ്ങിയ മന്ത്രത്തിലേക്ക്, വീണ്ടും മന്ത്രത്തിലേക്ക് വന്നു. ഈ നാമം ജപിക്കുമ്പോ രൂപം ഉണ്ടാവില്ലേ? അപ്പൊ ഒരാവശ്യം വരുമ്പോ ഒരാൾ നടത്തി തരില്ലേ? പല കഥകളും കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ഈയിടെ 2-3 പേര് ഇങ്ങനെ കഥ പറഞ്ഞു. സൗപർണികയില് ഇറങ്ങിയിട്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പൊ വന്നിട്ട് ഒരമ്മ വന്നിട്ട് കഞ്ഞി പിടിച്ച് കേറിക്കോളൂ എന്നുകൊണ്ട് കേറി. പിന്നെ അമ്മ അവിടെ നോക്കിയപ്പോഴൊന്നും കണ്ടില്ല. എന്തിനാ? അവിടെ നോക്കിയാൽ കാണുന്ന അമ്മയാവും. പരാശക്തിയാണ്, ഉപാസനാമൂർത്തി സഹായിക്കും. ഗുരുവായൂരിന്റെ കഥകളിലൊക്കെ അങ്ങനെ വന്നു. അപ്പൊ ചെറിയൊരു കുട്ടി വന്നു, എന്താ അമ്മ പ്രശ്നം എന്ന് പറഞ്ഞു. ആ കുട്ടി കാര്യമൊക്കെ സഹായിച്ചു, ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ആ കുട്ടി എവിടെ നോക്കിയപ്പോഴും കണ്ടില്ല. കണ്ടാലും കണ്ടില്ലെങ്കിൽ ഇതല്ല പ്രശ്നം. ഉപാസനാമൂർത്തി നമ്മളെ രക്ഷിക്കും. അങ്ങനെ ഇരിക്കെ ദൈവം പ്രത്യക്ഷപ്പെടില്ല എന്നും പറയണ്ട. എന്തിനാ പ്രത്യക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞു? അത് അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നത്. ദൈവം പ്രത്യക്ഷപ്പെടും. ദൈവം നിങ്ങളെ കാണാൻ വരും. ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതല്ലേ പണി? രാവിലെ നേരം വിളിച്ചായിരുന്നെങ്കിൽ ഈ ഒരേ നാമം ജപിക്കുമ്പോ, ഉപാസനാമൂർത്തി വിളിക്കുമ്പോ ഓടിച്ചില്ല. പിന്നെ ക്ഷീണിച്ചിട്ട് വന്ന് വിശ്രമിച്ച് ഒരു ദിവസം കഴിയുമ്പോ ഭാര്യയോട് പറയും, എന്താ ചെയ്യ, അമ്മ വീണ്ടും വിളിക്കുകയാണ്. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ അമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് എന്താ ചെയ്യാ? അവിടെ വന്നല്ലോ. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അമ്മ ഇങ്ങോട്ടും കാണാൻ വരുമല്ലോ. നമ്മളെ ഓരോരുത്തരും, ഇത് കേൾക്കുന്നവര്, ഈശ്വര വിശ്വാസികള് അല്ലാത്തവരൊക്കെ ദൈവം ചിലപ്പോ കാണാൻ വന്നുകൂടായൊന്നുമില്ല. മന്ത്രി നമ്മളെ കാണാൻ വരില്ല എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു പ്രയാസം വരുമ്പോ മന്ത്രിയോട് ആരോ പറയും, ഇത് ഇങ്ങനെ ആളുണ്ട്, അയാൾ ഇങ്ങനെ പ്രശ്നത്തിലാണ്, ഇന്ന് അയാളുടെ വീടൊന്ന് സന്ദർശിക്കാം. അങ്ങനെ ദൈവം കാണാൻ വന്നാൽ എന്തായിരിക്കണം നമ്മൾ പരിപാടി? ഇന്നത്തെ വിഷയപ്പത. ദൈവം കാണാൻ വന്നാൽ അവിടെ ഇരുത്തി ഒരു 3-4 മണിക്കൂർ വർത്താനം നടക്കണ കാര്യമല്ല. 4 മണിക്കൂർ വർത്താനം പറയാൻ ബോറടിക്കില്ലേ? ചിലവര് പറയും എഴുതിത്തരാം. കാര്യം എന്താ, ഇത് കേട്ടിട്ട് മതിയായിട്ട്. അപ്പൊ 2-3 വരിയിൽ ഒതുക്കണ്ടേ? വേണം. ദൈവം വന്നാൽ ആ എന്താ കുട്ടിഷ്ണ, എന്തൊക്കെയുണ്ട് വർത്താനം, എന്താ എനക്ക് വേണ്ടത്? അയ്യോ ദൈവമേ, എനിക്ക് ഇങ്ങനെ പരപ്പനങ്ങാടി കോടതിയിലത്തെ ആ കേസ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കി തരണം, മറ്റേ ഇതൊക്കെ കേൾക്കുക. 2-3 വരിയിൽ വേണ്ടേ? മഹാത്മാക്കളായിട്ട് സംസാരിക്കുമ്പോ അങ്ങനെ വേണ്ടേ?
ഒരു മിനിസ്റ്റർ ഇന്റർവ്യൂവിന് വിളിച്ചാൽ വരെ നിന്നിട്ട് ചർച്ച ചെയ്യാ കുറെ നേരം. അപ്പൊ 3 വരിയിൽ ഒതുക്കിയാൽ എന്ത് പറയണം എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. വലിയ വർത്താനം വേണ്ട. എന്താ നിനക്കെന്താ വേണ്ടത്? എനിക്ക് ആരോഗ്യമുള്ള ശരീരം. ഇത് ചെറിയ കാര്യ? അതൊന്നും ഇപ്പൊ ആരും ചോദിക്കില്ല. ഇൻഷുറൻസ് ഉണ്ട്. എന്തിനപ്പോ ഈ ആരോഗ്യമുള്ള ശരീരമൊക്കെ? ഇൻഷുറൻസ് ഉണ്ട്. ഏതൊക്കെ ചെക്കപ്പോ എന്തൊക്കെ ഉണ്ടൊക്കെ സൗജന്യ ഇൻഷുറൻസ്. എന്നാ വേണ്ടത് ആരോഗ്യമുള്ള ശരീരം. മാത്രമല്ല മരണത്തിന് രോഗം ആവശ്യമേ ഇല്ല. മരണവും രോഗവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഫുൾ സ്റ്റോപ്പ്. ക്ലോക്ക് കീ കൊടുത്ത ക്ലോക്കാണെങ്കിൽ അത് ഒടുവിലത്തെ ടിക്ക് അടിച്ച ഉടനെ ക്ലോക്ക് അവിടെ നിശ്ചലാവും. ആയുസ് തീരുമ്പോ ശരീരം അങ്ങോട്ട് നിൽക്കും. അവര് വേദിയിലാവാം, പ്രവർത്തിക്കുന്നതാവാം. ഒരു സൂക്കടും വേണ്ട. എന്തായിരുന്നു സൂക്കട്? പക്ഷെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ജന്മജന്മാന്തരമായിട്ട് നമുക്ക് സൂക്കട് വന്നിട്ടാ മരിച്ചിരുന്നത്. ജന്മജന്മാന്തരമായിട്ട് കഴിഞ്ഞ പൂർവ്വജന്മത്തിലൊക്കെ രോഗം വന്ന് ഗുളിക കഴിച്ച് ഇഞ്ചക്ഷൻ എടുത്തിട്ട് 3 ഓപ്പറേഷൻ കഴിഞ്ഞു, 4ാമത്തോ അങ്ങനെയാ മരിച്ചത്. ഒന്നും വേണ്ട. ആഗ്രഹത്തിനനുസരിച്ച് മരിച്ചവര് ഉണ്ട്. നൃത്തം ചെയ്യുമ്പോ മരിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് ഗുരു ഗോപിനാഥ് എന്നോട് മൂകാംബിക നടയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മരിക്കണമെന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ, പ്രഭാഷകര്, പോപ്പുലറായ ആളുകളുണ്ട്. സംഭവിച്ചു. ആളുടെ പേര് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ കുറഞ്ഞു മരിച്ചു. ഒരു സൂക്കടുമില്ല. ഒരു സ്വാതന്ത്ര്യ സമര സേനാനി വേദിയൊക്കെ കഴിഞ്ഞ് എല്ലാരും എണീറ്റ് പോയി പലരും. ഞാൻ ഇപ്പൊ ഈ നന്ദിയും കൂടിയായിട്ട് കേട്ടാ പൂവാത്തിൽ നിൽക്കുകയാണ്. നന്ദി പ്രകടനത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന PR എന്തോ പറയലും ദൃഷ്ടി 2 മേപ്പെട്ടവർ പോയി കുടഞ്ഞു വിടാൻ തുടങ്ങി. അപ്പൊ തന്നെ മരിച്ചു. രോഗം വേണ്ട. ഈ ശരീരം വെച്ച് കളിക്കുമ്പോൾ ആരോഗ്യമുള്ള ശരീരം. ഒറ്റ വരിയെ പറയാവൂ. എനിക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം തരണം ദൈവം. ഒരു വരിയിൽ കഴിഞ്ഞില്ലേ? 2 കാലുഷ്യമില്ലാത്ത മനസ്സ്. എന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ നാം ഉണ്ടാക്കുന്നതാണ്. അസൂയ, കുശുമ്പ്, വെറുപ്പ്, വേറെ ആളുള്ള പ്രതികാരം. എന്നായാലും എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, അവനവന്റെ മനസ്സിനെ കിടന്നിട്ട് കലക്കിയിട്ട് പ്രശ്നമുണ്ടാക്കി കാലുഷ്യമില്ലാത്ത മനസ്സാണെങ്കിലോ പരിപൂർണ ആരോഗ്യം, കാലുഷ്യമില്ലാത്ത മനസ്സ്. മൂന്നാമത്തെ കാര്യം, അന്യരുടെ ഹൃദയത്തെ കീഴടക്കാനുള്ള സ്നേഹം. അന്യരുടെ ഹൃദയത്തെ കീഴടക്കാനുള്ള സ്നേഹം. വീട്ടിൽ ജീവിക്കുമ്പോ കുടുംബാംഗങ്ങൾക്കൊക്കെ ഈ വ്യക്തി ഇഷ്ടാണോ? വരുമാനം ഉണ്ടെങ്കിൽ ആ പെൻഷൻ കിട്ടുന്ന ആളും വരുമാനവും കാശും ഉണ്ടായതുകൊണ്ടാണ് അപ്പച്ചനോടൊരു സ്നേഹം കാട്ടുന്നത്. സ്വഭാവം മോശം, വായനാക്ക് മോശം, ആർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ.
അങ്ങനെയുള്ളവരില് എക്സ് എന്ന വ്യക്തി നല്ല വിവരമുണ്ട്, വേണ്ടി വന്നാൽ സഹായിക്കാറുമുണ്ട്. ആർക്കും അയാളെ കണ്ടുകൂടാ, ഒരാൾക്കും കണ്ടുകൂടാ. പുള്ളി പറയും ഞാനൊക്കെ എല്ലാവർക്കും സഹായമൊക്കെ ചെയ്തു, ഇന്ന വായനാക്ക് മോശമാണ്. ഒരു കാര്യം പറയേണ്ട രീതി പറയാറിയില്ല. ഒരാളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലായിരിക്കരുത് ആ വിഷയം പറയണത്. പറയേണ്ട രീതി പറയാൻ കഴിയണ്ടേ? എത്ര കാരണവന്മാർക്ക് അത് കഴിയുന്നുണ്ട്? ഭാര്യ വേർത്തിരിക്കണം, മക്കൾ മുഴുവൻ വെറുത്തുണ്ടാവും. അന്യരുടെ ഹൃദയത്തെ കീഴടക്കത്തക്ക വിധം സംസാരിക്കാനുള്ള ഒരു മിടുക്ക്. ഇത് വിവരിക്കുമ്പോ 10 മിനിറ്റ് വേണ്ടി വന്നു. ഈശ്വരൻ നേരിട്ട് സംസാരിക്കുമ്പോൾ 3 വരിയിൽ പറയണം. ദൈവത്തെ ഇട്ടിങ്ങനെ കളിപ്പിക്കരുത്. വളരെ ബിസി, എല്ലാവരുടെ കാര്യം കേൾക്കണ്ടേ? നമ്മുടെ വീട്ടിൽ വന്നാൽ മതിയോ? അയ്യോ എനിക്ക് ഒറ്റ കാര്യം വന്നാൽ മതി. ആരോഗ്യമുള്ള ശരീരം, കാലുഷ്യമില്ലാത്ത മനസ്സ്, അന്യരുടെ ഹൃദയത്തെ കീഴടക്കും വിധമുള്ള ഒരു വാചാനത, ഒരു ബുദ്ധിമുട്ടും വരില്ല. ദൈവം നിങ്ങളുടെ വീട്ടിൽ വരും. വരില്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.